കുട്ടിഹൾക്കിന്റെ സങ്കടം. ഒരിക്കൽ പച്ച നിറമുള്ള കുട്ടിഹൾക്ക് തന്റെ കൂട്ടുകാരോടൊപ്പം പാർക്കിൽ കളിക്കുകയായിരുന്നു. അസാമാന്യ ശക്തിയുള്ള കുട്ടിയായതുകൊണ്ട് തന്നെ താൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുമെന്ന് അവൻ പലപ്പോഴും ആലോചിച്ചിരുന്നില്ല. കളിക്കിടയിൽ തന്റെ പ്രിയപ്പെട്ട പന്ത് ദൂരേക്ക് തെറിച്ചുപോയപ്പോൾ കുട്ടിഹൾക്കിന് വല്ലാതെ ദേഷ്യം വന്നു. ദേഷ്യം വന്നാൽ പിന്നെ അവന് തന്നെ നിയന്ത്രിക്കാൻ കഴിയില്ലല്ലോ. അവൻ ദേഷ്യത്തോടെ നിലത്തൊരു ചവിട്ടുകൊടുത്തു. എന്നാണ് സംഭവിച്ചത്? അവൻ ചവിട്ടിയ ആഘാതത്തിൽ പാർക്കിലെ മനോഹരമായ ഒരു പൂന്തോട്ടം തകർന്നുപോയി. തൊട്ടടുത്തിരുന്ന ചെറിയ മരക്കൊമ്പ് ഒടിഞ്ഞു വീണു. കൂട്ടുകാർ പേടിച്ച് ദൂരേക്ക് ഓടിമാറി. ചുറ്റുമുള്ളവരുടെ മുഖത്തെ പേടി കണ്ടപ്പോൾ കുട്ടിഹൾക്കിന്റെ ദേഷ്യം പതുക്കെ തണുത്തു. താൻ കാരണം തങ്ങളുടെ പ്രിയപ്പെട്ട പാർക്ക് നശിച്ചുവെന്നും കൂട്ടുകാർക്ക് സങ്കടമായെന്നും അവൻ മനസ്സിലാക്കി. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. പശ്ചാത്താപവും പരിഹാരവും. താൻ ചെയ്ത തെറ്റിൽ കുട്ടിഹൾക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു. വെറുതെ കരഞ്ഞിരുന്നിട്ട് കാര്യമില്ലെന്ന് അവന് തോന്നി. അവൻ ഉടൻ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങി. ശുചീകരണം. തന്റെ വലിയ കൈകൾ കൊണ്ട് തകർന്നു കിടന്ന കല്ലുകളും മണ്ണും അവൻ നീക്കം ചെയ്തു. പുനർനിർമ്മാണം. ഒടിഞ്ഞു വീണ മരക്കൊമ്പിനു പകരം പുതിയൊരു തൈ നടാൻ അവൻ മുൻകൈയെടുത്തു. ക്ഷമാപണം. അവൻ കൂട്ടുകാരോട് ചെന്ന് സോറി പറഞ്ഞു. ഇനി തന്റെ ശക്തി മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഉപയോഗിക്കില്ലെന്ന് അവൻ ഉറപ്പിച്ചു. സന്ധ്യയായപ്പോൾ പാർക്ക് പഴയതിനേക്കാൾ ഭംഗിയുള്ളതായി മാറി. തന്റെ ശക്തി നശിപ്പിക്കാനല്ല, മറിച്ച് സംരക്ഷിക്കാനാണ് ഉപയോഗിക്കേണ്ടതെന്ന് കുട്ടിഹൾക്ക് അന്ന്. കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. പുതിയ വീഡിയോയ്ക്കായി കാത്തിരിക്കും.